സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് പോലീസ് പിടിച്ച സ്വർണ്ണക്കടത്ത് സംഭവങ്ങളിൽ പിടിച്ചെടുത്ത സ്വർണത്തേക്കാൾ കുറച്ച് സ്വർണം മാത്രമാണ് അധികൃതർ ബന്ദവസിലെടുത്തത് എന്ന ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ ADGP MR അജിത് കുമാർ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി P ശശി വരെ നീളുന്ന കണ്ണികളെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചിരുന്നു. ഇതൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു. അപ്പോൾ സ്വർണ്ണക്കടത്ത് ഈ അന്വേഷണം സംഘത്തോട് കാരിയർമാരോട് മൊഴി നൽകാൻ സ്വർണ്ണക്കടത്തുകാർ അഭ്യർത്ഥിക്കുന്നതായി വിവരം ലഭിച്ചു പോലീസിന്. 2 ലക്ഷം രൂപ തരാം, ഇങ്ങനെ പോലീസ് പിടിച്ചെടുക്കുന്ന സ്വർണം പോലീസുകാർ ക്രൂരമായി ഇടപെടുന്നു, പോലീസ് പിടിച്ചെടുക്കുന്ന സ്വർണം അവർ തന്നെ തട്ടിയെടുക്കുന്നു എന്ന തരത്തിൽ മൊഴി കൊടുക്കാൻ കാരിയർമാരെ സ്വർണ്ണക്കടത്തുകാർ സമീപിച്ചിരുന്നു എന്ന വിവരമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത്. ഇതൊരു വലിയ തെളിവാണ്. കാരണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഹവാല പണമിടപാടുകാരെ നിയന്ത്രിക്കുന്നതിനും പോലീസിനെ വിലക്കണം, അല്ലെങ്കിൽ പോലീസ് അവിടെ എടുക്കുന്ന നടപടികൾ ശരിയല്ല എന്ന തരത്തിലായിരുന്നു അൻവറിൻ്റെ ആരോപണം. മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ വളരെ ആഞ്ഞടിച്ച പത്രസമ്മേളനത്തിൽ, കഴിഞ്ഞ ശനിയാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ചില സ്വർണ്ണക്കടത്തുകാർക്ക് ബന്ധമുള്ളവർക്ക് ഇതൊന്നും ഇഷ്ടമാകില്ല, അതുകൊണ്ട് പോലീസിൻ്റെ അവരുടെ കർത്തവ്യത്തിൽ നിന്ന് വിലക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല, അവർ കൃത്യമായും സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടും ഒക്കെ തടയും എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. പി വി അൻവറിന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട്. ഇത് പി വി അൻവർ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്, പുറത്തു പറഞ്ഞിട്ടുണ്ട്. പല സ്വർണ്ണക്കടത്തുകാരുമായും എനിക്ക് ബന്ധമുണ്ട്, അവർ പറഞ്ഞതാണ് ഞാനീ പറയുന്നതെന്നൊക്കെ പി വി അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി വി അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട്. അപ്പോൾ അവരെ പോലീസ് ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് പോലീസ് നടപടികൾ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ആ തരത്തിലാണ് പി വി അൻവർ പോലീസിനെതിരെ തിരിഞ്ഞത് എന്ന ഒരു ധ്വനി ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന് ഉണ്ട്. അതുപോലെ തന്നെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഒക്ടോബർ 2-ന് സമർപ്പിക്കുമെന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം. ആ റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാലുടൻ ഈ കഴിഞ്ഞ ദിവസത്തെ പൂരം കലക്കൽ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, അതുകൊണ്ട് അതിനകത്തും പ്രത്യേകിച്ച് മികവൊന്നും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ വലിയ ബോംബൊന്നും പൊട്ടില്ല, ആരുടെയും തൊപ്പി തെറിക്കില്ല, ആരുടെയും തലയും തെറിക്കില്ല, ആ തരത്തിലുള്ള റിപ്പോർട്ടാകും വരാനിടയുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ MR അജിത് കുമാർ ഒന്നുകിൽ കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ സർക്കാരിനോട് തന്നെ പറയും തനിക്ക് മാനഹാനി ഉണ്ടാക്കി, തൻ്റെ ജോലിയുടെ അന്തസത്ത, താൻ ചെയ്യുന്ന ജോലിയുടെ അന്തസത്ത മനസ്സിലാക്കാതെ പി വി അൻവർ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ മാനഹാനിക്ക് ഇരയാക്കി, അതുകൊണ്ട് ഒരു CBI അന്വേഷണം വേണം, അല്ലെങ്കിൽ ഒരു കോടതിയെ സമീപിച്ച് തനിക്ക് മാനനഷ്ടം വേണം, മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് അതുമായി മുന്നോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്കാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് പി വി അൻവറിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന്. ആ കേസും നിലനിൽക്കുകയാണ് പി വി അൻവറിനെതിരെ. ചുരുക്കത്തിൽ പി വി അൻവർ, അതായത് സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ബൂമറാങ് ബോംബുകൾ, ബൂമറാങ് എന്ന് തന്നെ പറയാം, അതെല്ലാം ഈ പി വി അൻവറിന് നേരെ തന്നെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഈ ബോംബുകൾ അല്ലെങ്കിൽ ഈ ബൂമറാങ്ങുകൾ പി വി അൻവറിൻ്റെ തല കൊയ്യുമോ കാല് കൊയ്യുമോ ആണിക്കല്ലിളക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പി വി അൻവർ ചെന്ന് ചാടിയിരിക്കുന്നത് ഒരു നിലയില്ലാ കയത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഊരാക്കുടുക്കിലാണ്.